പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇന്ന് നിങ്ങളോട് അല്പസമയം പങ്കുവയ്ക്കുന്ന വിഷയം ഒരു സുറിയാനി സഭയുടെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കാനായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന വിധം ഈ വിശ്വാസം സഹായിക്കണം. ഇത് കേൾക്കാനായിട്ട് എൻ്റെ കൂടെ 2 കഴുതകളും ഉണ്ട്. ഓക്കെ, ഒരാൾ ഷെഡിൻ്റെ ഉള്ളിലാണ്, ഒരാളിവിടെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. പുസ്തകം ഇതുപോലെ സുറിയാനി സഭയുടെ ഒരുപാട് ചരിത്രം, വിശ്വാസം സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട്. അതിലൊരു 20% അല്ലെങ്കിൽ 30% മാത്രമാണ് സുറിയാനി ഭാഷയിൽ നിന്ന് നമ്മുടെ മലയാള ഭാഷയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഇതിൽ ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ സഭ, യാക്കോബായ സഭയെ കരിസ്മാറ്റിക് ബാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പെന്തിക്കോസ്ത് രീതിയിലുള്ള മിഷൻ ബാധിച്ചിരിക്കുകയാണ്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിൾ ഓൺലി എന്ന രീതിയിൽ ഇവർ പ്രസംഗിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഉച്ചത്തിൽ സ്തുതിക്കുക. അതുപോലെ തന്നെ ഇതൊന്നും ആരും തെറ്റ് പറയുന്നില്ല. സഭയ്ക്ക് നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ, ഇവർ നിങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് വിരോധമില്ല. നിങ്ങളോട് ആരോടും ഒരു വിരോധത്തോടോ ശത്രുതയോടോ കൂടിയല്ല ഒരു കാര്യങ്ങൾ പറയുന്നത്. ഇത് പിതാക്കന്മാർ ത്യാഗം സഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്നോദോസിൽ പങ്കെടുത്ത പിതാക്കന്മാർ കൈയും കാലും മൂക്കും കണ്ണും എല്ലാം ഛേദിക്കപ്പെട്ട് അംഗഹീനരായിട്ടാണ് ഇവർ അതിൽ പങ്കെടുത്തതെന്ന് മലയക്കുരിശിൽ കബറടങ്ങിയിരിക്കുന്ന ബാവയുടെ അപ്പച്ചൻ ചെമ്മാച്ചൻ എഴുതിയ ബുക്കിലുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ പോയി വായിക്കാം. ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ത്യാഗം സഹിച്ച് അങ്ങനെ അത് മാത്രമല്ല, ഒരുപാട് അതേപോലത്തെ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ കൈമാർ തന്ന വിശ്വാസമാണിത്. 2 പ്രാവശ്യം സേവറസ് പിതാവിന് നാട് കടത്തിയിട്ടുണ്ട്. ഈ സത്യവിശ്വാസം, മറിയം സംശയം കൂടാതെ ദൈവമാതാവാണെന്നും നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നും ഇതുപോലുള്ള വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞതിന് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുന്നു, അതാണ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച പിതാക്കന്മാരെ മറന്നുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഒരിക്കലും പോകാം. അപ്പോൾ അടുത്ത തലമുറയെ നിങ്ങൾ കരിസ്മാറ്റിക്കിലും പെന്തിക്കോസ്ത് മിഷനിലും കെട്ടിയിടുകയാണ്, കാല് ചങ്ങലൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മളിത് പറയുന്നത് നമ്മളൊരിക്കലും മറ്റൊരു രീതിയിലും അല്ല. നിങ്ങൾ ചെയ്യുന്നതിനെ സഭയുടെ സ്തുതി ചൊവ്വാക്കി വിശ്വാസമാണെന്നാണ് പറയുന്നത്. തിയോസെൻട്രിക് വർഷിപ്പാണെന്ന് പറയുന്നു, തൃത്വവിശ്വാസമാണെന്ന് പറയുന്നു. എന്നിട്ട് മറ്റൊരു രീതിയിൽ പ്രസംഗിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഒന്ന് വായിക്കാം. വിശുദ്ധ കന്യകമറിയാമോ അപ്പോസ്തലന്മാരും എന്ന ഈ പുസ്തകത്തിൽ ദൈവമാതാവ് വിശുദ്ധ കന്യകമറിയാമിൻ്റെയും 13 സ്ലീഹന്മാരുടെയും ജീവചരിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്ക് ഈ ജീവചരിത്രം പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അത് പുസ്തകത്തെക്കുറിച്ച് ഇവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് വായിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ പുസ്തകം മേടിച്ച് വായിക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ്, പരിശുദ്ധ സ്ലീഹന്മാരുടെ ജീവചരിത്ര വസ്തുതകൾ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ ഉദ്ധരിച്ചിരിക്കുന്നതും പ്രാർത്ഥനകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സഭയുടെ വിശ്വാസ പാരമ്പര്യം ചരിത്ര വസ്തുതകളുമായും വിശുദ്ധ ഗ്രന്ഥവുമായും ഇഴചേർന്നിരിക്കുന്നുവെന്നതും വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ്? പരിശുദ്ധ സ്ലീഹന്മാരുടെ ജീവചരിത്ര വസ്തുതകൾ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ ഉദ്ധരിച്ചിരിക്കുന്നതും സഭയുടെ വിശ്വാസ പാരമ്പര്യം ചരിത്ര വസ്തുതകളുമായും വിശുദ്ധ ഗ്രന്ഥവുമായും ഇഴചേർന്നിരിക്കുന്നതു എന്നതും വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ്? ഇത് ഇഴചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റർജിയും വിശുദ്ധ ഗ്രന്ഥവും 3 പൊതു സുന്നോദോസിൽ ഉറപ്പിച്ചതും അതുപോലെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ച കൂദാശകളിലൂടെ അതേപോലെ പെരുന്നാൾ ക്രമങ്ങളിലൂടെ വിശ്വാസിച്ച് ഏറ്റുപറയുന്നുണ്ട് ഓരോ വിശ്വാസി. ആമീൻ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് വിശ്വാസം ഇരിക്കുന്നത്. എനിക്ക് ഇത് പറയാനുള്ളത് എല്ലാ തിരുമേനിമാരോടും ബാവമാരോടുമാണ്. അതുപോലെ തന്നെ അച്ഛന്മാരോട്, അതുപോലെ തന്നെ ശുശ്രൂഷകർ, അധികാരപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങളുടെ കൺമുൻപിൽ പെന്തിക്കോസ്ത് കരിസ്മാറ്റിക് പാട്ട് പാടിയിട്ട് നിങ്ങളതിനെ എതിർക്കുന്നില്ലെങ്കിൽ, അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഉരിയപ്പെട്ടവരാണെന്ന് പരിമള തിരുമേനി പറയുന്നുണ്ട്. കാരണം സത്യവിശ്വാസം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ IOC-കാരെ പോയിട്ട് വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ നിങ്ങളും സ്വയം ഉരിയപ്പെടുക. ആ വിശ്വാസത്തിന് എതിരായിട്ട് എന്ത് കണ്ടാലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അത് സ്വയം ഉരിയപ്പെടുകയാണെന്ന് പരിമള തിരുമേനി ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുമ്പോൾ സ്വയം ഉരിയപ്പെടുമെന്നും അതിനെ തള്ളിപ്പറഞ്ഞ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ നമ്മൾ കുപ്പായിട്ടിരിക്കുന്നതും തൊപ്പി വെച്ചിരിക്കുന്നതും അതിനെയൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. അപ്പോൾ എന്നാൽ ഈ
എന്നാൽ ഈ തൊപ്പിയും കുപ്പായവും ഇതൊക്കെ വെച്ചിട്ട് പെന്തിക്കോസ് രീതിയിലുള്ള പാട്ട് പാടിയിട്ട് ഇത് നമുക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത തലമുറ അതിലും കഷ്ടാവൂലേ? ഇന്ന് ഇത് ചെയ്തില്ലെങ്കിൽ നാളെ മറ്റൊരു വിശ്വാസമായി പോകും. കാരണം ഒരു യാക്കോബായക്കാരൻ ഇന്ന് പള്ളിയിൽ വന്ന് കൂദാശയ്ക്ക് നിൽക്കുന്നുണ്ട്, പക്ഷേ അവൻ 5 രീതിയിലാണ് ഏകദേശം ഇരിക്കുന്നത്. എംബർ ഇമ്മാനുവലിൻ്റെ രീതിയിൽ, സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെ രീതിയിൽ, എം എ യോഹന്നാൻ്റെ രീതിയിൽ, കരിസ്മാറ്റിക് രീതിയിൽ, പട്ടിമറ്റത്തുള്ള സെൻറ്റ് പോൾ മിഷൻ്റെ രീതിയിൽ. കാരണം അവർക്ക് വിശുദ്ധരും ഇല്ല, പിതാക്കന്മാരും ഇല്ല, ആരും വേണ്ടെന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ ഒരാൾ പള്ളിയിൽ വന്നൊക്കെ നിൽക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ 5 സ്പിരിറ്റിൽ 5 രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ധ്യാന കേന്ദ്രക്കാരുടെ രീതിയിൽ അവർ പറയണത് ഇപ്പോൾ പുതിയൊരു സുറിയാനി വിശ്വാസമാണെന്ന് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയണത് ഒരു നെസ്തോറിയൻ പാരമ്പര്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ 1600 മുമ്പും മലങ്കര ഇടവകയിൽ സുറിയാനി സഭയുടെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം നാളെയും അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മളിത് പറയുമ്പോൾ ആരെയും വിമർശിക്കാനോ ആരെയും കുറ്റം പറയാനോ ഒന്നുമല്ല. സഭയുടെ സത്യവിശ്വാസം എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിലാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് എല്ലാത്തിനും ക്രമമുള്ളത്, പ്രാർത്ഥന ക്രമമുള്ളത്. നമ്മൾ ക്രമം കെട്ട രീതിയിൽ പോകരുത്. എല്ലാത്തിനും ക്രമമുണ്ട്. സദറകളുടെ ഉള്ളിൽ ഈ വിശ്വാസ സത്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പിതാക്കന്മാർ. ഗീതങ്ങളുടെ ഉള്ളിൽ അതിനർത്ഥമുണ്ട്. അവനോട് തുല്യം നാം നമ്മെപ്പോലെ അവനായി എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം ആഴമായ അർത്ഥമുണ്ട്. തിയോസിസാണ്, അതിനൊക്കെ ആഴമായ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വിണ്ണുലകിൻ നരജന്താൻ അത് പറയുമ്പോൾ കഹനയന്മാരുണ്ട്, നിത്യജീവനുള്ള ഔഷധമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, കൂദാശകളുണ്ട്, എല്ലാ കഹനയന്മാരുണ്ട്. അവിടെ എല്ലാം ഇതൊക്കെ ഈ ഓരോ ഗീതത്തിലും ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഓരോ ഗീതത്തിലുമുണ്ട്. കാരണം അത്രയും ത്യാഗം സഹിച്ചാണ് ഓരോ പിതാക്കന്മാരും. കൊശവനായിരുന്ന സൗമൻ കൂക്കോയോ അപ്പോൾ സാധാരണ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ അത് നമ്മൾ ചേർത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സത്യവിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പറ്റുന്നതെല്ലാം ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. തിരുമേനിമാർ അച്ഛന്മാർ ചെയ്തില്ലെങ്കിൽ വിശ്വാസികൾ ഇത് പഠിക്കുകയും അത് അടുത്ത തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യുക. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. താങ്ക് യു. ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇത് സത്യവിശ്വാസത്തിന് വേണ്ടിയാണ്. ശുദ്ധ ചൊവ്വാക്കി വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് നിരീശ്വരവാദത്തിലേക്കും പെന്തിക്കോസിലേക്കും ഒരുപാട് തെറ്റായ കൂട്ടായ്മകളിലേക്കൊക്കെ പോകുന്നുണ്ട്. എം എ യോഹന്നാൻ്റെ അടുത്തിട്ടൊക്കെ എന്തോരം ആളുകളാണ് പോകുന്നത്, സുറിയാനിക്കാരാണ് പോകുന്നത്. അവിടത്തെ പോലെ ഇവിടെ നിന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അവിടെ പ്രസംഗിക്കണമെങ്കിൽ ഇവിടെ പ്രസംഗിക്കണേ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വിശ്വാസം വ്യത്യാസമുണ്ട്. അത് വളരെ ശ്രേഷ്ഠമാണ്, മഹത്വമുള്ളതാണ്. ഒരു നിരീശ്വരവാദിക്ക് പോലും പറഞ്ഞ് കളിയാക്കാനോ പരിഹസിക്കാനോ തോൽപ്പിക്കാനോ ഒന്നും പറ്റാത്ത അത്ര കൃത്യമായിട്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥനകളുടെ അകത്ത് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അത് പഠിപ്പിക്കുക. സദറുകളിൽ നിന്ന് പ്രസംഗിച്ച് ഞങ്ങൾക്ക് സദറാന്ന് വെച്ചാൽ പ്രസംഗം എന്നാണ് പറയുന്നത്. അതിൽ നിന്നെല്ലാം എഴുതിയെടുത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഗീതങ്ങളുടെ അർത്ഥം എല്ലാം പറഞ്ഞു തരിക. താങ്ക് യു. ഒന്നോടെ ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.